ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരങ്ങ എങ്ങനെ അച്ചാറിട്ടാലും ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പം തീരെ കയ്പ്പ് രസമൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിലൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 500 ഗ്രാം നാരങ്ങയാണ് എടുത്തത്. അത് 2-3 പ്രാവശ്യം നല്ലോണം കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ നാരങ്ങ ഒന്ന് കുറച്ച് തിളച്ച വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കണം. അതിന് ഒരു പാത്രത്തിൽ നാരങ്ങ മുങ്ങിക്കിടക്കാൻ തക്ക വിധത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആ ഓരോ നാരങ്ങയായിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എല്ലാ നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. പിന്നെ തിളപ്പിക്കരുത്. എന്നിട്ടൊരു മൂടി എടുത്ത് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് അങ്ങനെ വെക്കുക. അടച്ചേക്കുന്നതൊക്കെ വീഡിയോയിൽ പിടിക്കാൻ വിട്ടുപോയതാണേ. ഇപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ആ ഓരോ നാരങ്ങയായിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട്, നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി കൊണ്ട് ഒക്കെ തുടച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഈ ഒരു പാകത്തിലെടുക്കുമ്പോൾ നാരങ്ങ വെന്ത് വല്ലാതെ അലിയാതെ കിട്ടും കേട്ടോ. ഇനി ഇത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് മുറിച്ചെടുക്കുക. നല്ലോണം തുടച്ചതിന് ശേഷം തീരെ ഈ കട്ടിംഗ് ബോർഡിലും കത്തിയിലൊന്നും തീരെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുതേ. നാരങ്ങ ഇതുപോലെ നീളത്തിലാണ് മുറിച്ചെടുത്തത്. അതിലും ചെറുതാക്കിയിട്ട് വേണമെങ്കിലും മുറിച്ചെടുക്കുക. ഇപ്പം നാരങ്ങ മുഴുവനും മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് 1 ടേബിൾ സ്പൂണ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ അച്ചാറിടുന്ന സമയത്ത് എപ്പോഴും ഈ കല്ലുപ്പ് ഇടുന്നതാണ് നല്ലത്. ടേബിൾ സ്പൂണ് മുഴുവനും ഇട്ടെടുത്തില്ല കേട്ടോ, ഒരു 3/4 ടേബിൾ സ്പൂൺ ഇട്ടെടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ നല്ലോണം കുലുക്കിയിട്ട് ആക്കുകയാണെങ്കിൽ ആ ഉപ്പ് എല്ലാ കഷ്ണങ്ങളിലേക്കും ശരിക്ക് പിടിക്കും. ഇനി ഈ പാത്രത്തോടെ തന്നെ അടച്ച് വെക്കുകയാണ് കേട്ടോ. ഈ കഷ്ണം കുപ്പിയിലൊന്നും ആക്കി വയ്ക്കാതെ. രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും ഉപ്പൊക്കെ നല്ലോണം അലിഞ്ഞിട്ട് കഷ്ണത്തിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നല്ലോണം കുലുക്കിയതിന് ശേഷം ആണ് കേട്ടോ ഒരു ഗ്ലാസ് ജാറിലേക്ക് ആക്കി വയ്ക്കുന്നത്, ഒരു കുപ്പിയിലേക്ക് ആക്കി വയ്ക്കുന്നത്. ഒരു 6-7 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ നാരങ്ങ മുഴുവനും കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുക. അപ്പോഴേക്കും ഈ നാരങ്ങ പകുതിയായിട്ട് ചുരുങ്ങിയിട്ടുണ്ടാവും. ഇപ്പം നാരങ്ങ ഇട്ട് വെച്ചിട്ട് 7 ദിവസമായിട്ടുണ്ട്. ഇനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുക. അതിന് ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടായിരുന്ന സമയത്ത് 1 കപ്പ് നല്ലെണ്ണ, എള്ളെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുത്തത്. അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നല്ലെണ്ണ എടുക്കുന്നതാണ് നല്ലത്. അത് ചൂടായി വരുന്ന സമയത്ത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇത്രയും ഇഞ്ചി, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ഉണ്ടാവും, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി, വലിയ ചുളയൊക്കെ ചെറുതായി ഒന്ന് മുറിച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ നാരങ്ങ അച്ചാറിന് കയ്പ്പില്ലാതിരിക്കാൻ ലാസ്റ്റ് ഒരു ചേരുവ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ ഈ ചേരുവ എന്താണെന്ന് അറിയുള്ളൂ. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നല്ലോണം വഴണ്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് നിറയെ എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് ഗ്യാസ് ഓഫാക്കണം, മറ്റ് പൊടി കരിയാനുള്ള സാധ്യത ഉണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ആ പച്ചമണക്കൊന്ന് മാറണ വരെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ആ മുളക് പൊടിയിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെയൊക്കെ ആ പച്ചക്കുത്തൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതും ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉപ്പിലിട്ട നാരങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 7 ദിവസമായപ്പോഴേക്കും ആ നാരങ്ങ പകുതി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ അതിലേക്ക് നല്ലോണം പിടിച്ചിട്ട് നല്ലോണം അലിഞ്ഞ മാതിരിയായിട്ടുണ്ട് നാരങ്ങ. അത് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണമൊക്കെ കൂടി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നല്ലോണം ഒക്കെ കൂടി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണ് പച്ച കടുക് പൊടിച്ചതാണ് കേട്ടോ, വറക്കാതെ. പിന്നെ 1 ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതും, അത് മുഴുവൻ ഇട്ട് കൊടുത്തില്ല, പാകം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുള്ളൂ, മറ്റ് കയ്പ്പ് രസം വരും. 1/4 ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇനിയാണ് കയ്പ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവ ചേർത്തുന്നത്. 3 അച്ച് ശർക്കര അരിച്ചെടുത്തതാണ് കേട്ടോ, അത് അരിച്ചിട്ട് അരിച്ചെടുത്തതാണ്, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചിട്ട് ഈ അച്ചാറൊന്ന് നല്ലോണം ചൂടാക്കി എടുക്കണം. ശർക്കരപ്പാനി പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം.
ഇപ്പോൾ അത് നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഉപ്പ് പാകം നോക്കിയ സമയത്ത് ഉപ്പ് ലേശം പോരായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒക്കെ കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള അച്ചാറാണ് കേട്ടോ ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇനി ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ ഈ രീതിക്ക് നാരങ്ങ അച്ചാറിടുകയാണെങ്കിൽ അയ്യോ കഴിച്ചിട്ട് വയ്യേന്നുള്ള യാതൊരു പരാതി ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ വാങ്ങിയിട്ട് ഇതുപോലെ തന്നെ അച്ചാറിടുള്ളൂ. ഇനി അച്ചാർ നല്ലോണം ചൂടാറി തണുത്തതിന് ശേഷം ഒരു ചില്ലുകുപ്പിയിലാണ് കേട്ടോ ആക്കി വയ്ക്കുന്നത്. കുപ്പി നല്ലോണം ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക, അല്ലെങ്കിൽ തുണി കൊണ്ട് നല്ലോണം തുടക്കുകയോ ചെയ്തിട്ട് അതിലാണ് ഇട്ടോ ആക്കി വയ്ക്കേണ്ടത്. അച്ചാർ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണിലും വെള്ളമയം ഉണ്ടാവരുത്. അങ്ങനെയാകുമ്പോൾ അച്ചാർ പെട്ടെന്ന് കേട് വന്നു പോകും. ഞാൻ പിന്നെ ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഞാൻ കുപ്പിയിലേക്ക് ആക്കുക. അപ്പോൾ ഇനി ഈ നാരങ്ങ വാങ്ങിയിട്ട് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുകൊണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.